വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ സമാധാന റാലി നടന്നു. അമ്മമാർക്ക്, സഹോദരിമാർക്ക്, അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ. ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത്, ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർക്ക് വടകരയിലെ CPM സ്ഥാനാർത്ഥിയുമായി ഒരു ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ടില്ല, ഒരു ബന്ധമില്ല. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ്. പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ്. പാർട്ടി സഖാക്കളെ തന്നെ മർദ്ദിച്ച കേസിലെ കോടതിയിൽ ഇപ്പോഴും നിലവിൽ കേസുണ്ട്. അപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളിപ്പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൈസ് വിഭാഗമാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അല്ലെ പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തെറ്റായ പ്രചാരവേലയാണ്. അതിനൊന്നും ജനങ്ങളിൽ നിന്ന് ദേഷ്യമില്ല. പാനൂരിൽ ബോംബ് സ്ഫോടനം നിയമവിരുദ്ധമായ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നറിയില്ല. ഇത് CPIM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് CPIM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ.